ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഈ അടുത്തൊരു പത്രത്തിൽ വാർത്ത വായിക്കാൻ സാധിച്ചിരുന്നു. ആ വാർത്തയിൽ പത്രത്തിലൊരു ഫോട്ടോയും ഹൈലൈറ്റ് ആയിട്ട് അവർ കൊടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളക്കാരനായ ഒരു പോലീസുകാരനാണ്, അതായത് ഒരു അമേരിക്കൻ പോലീസുകാരൻ. ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായ നീഗ്രോ മനുഷ്യനെ എന്തോ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നിലത്ത് കിടത്തിയിട്ട് കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട് ആ മനുഷ്യനെ റോട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും നെഞ്ഞ് കലങ്ങിപ്പോകുന്ന, അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. കാരണം ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, അവസാനം മക്കം ഫത്തഹിന്റെ സമയത്ത് നോക്കുമ്പോൾ അവിടുന്ന് മുത്തുനബി തങ്ങൾ കഅബയുടെ ഉച്ചിയിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, സൽമാൻ അൽ ഫാരിസ് തങ്ങളുണ്ട്, അതുപോലെ സിദ്ദീഖ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. പക്ഷേ മുത്തുനബി തങ്ങൾ ആ കഅബയുടെ മുകളിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ മുത്തുനബി തങ്ങൾ കൽപ്പിക്കുന്നത് ആരോടാ? ബിലാൽ തങ്ങളോടാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, വർണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗം എന്ന് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു പറയുന്നത് അറബികൾ തൊട്ടുകൂടാത്ത, അതായത് അത്രയും താഴ്ന്ന ഒരു വിഭാഗം, അറബികളുടെ അരികിലേക്ക് അടുക്കാൻ പോലും പാടില്ലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ബിലാൽ തങ്ങളെയാണ് മുത്തുനബി തങ്ങൾ അത്രയും അവകാശങ്ങൾ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്.